പാതിരാത്രിയിൽ ഇത്തിരി വെള്ളം കുടിക്കാൻ അടുക്കളയിൽ പോയി ലൈറ്റ് ഇടുമ്പോൾ ചിലപ്പോൾ കാണാം അടുക്കളയുടെ യഥാർത്ഥ അവകാശികളെ. അടുപ്പിനടുത്തും വാഷ് ബേസിലും കഴുകാൻ ബാക്കി വെച്ച പാത്രങ്ങളിലുമൊക്കെ ഓടിക്കളിച്ച് അർമാദിക്കുന്ന പാറ്റകളെ. ഇത്രയും നേരം ഇവർ എവിടെയാണ് ഒളിച്ചിരുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെടും. എൻ്റെ വീട് എന്ന് മനസ്സിൽ അട്ടഹസിച്ച് ചൂലെടുത്ത് പാറ്റകളെ തല്ലിക്കൊല്ലാനായിട്ട് പുറപ്പെട്ടാൽ അപ്പോഴറിയാം അവരുടെ ഓടി ഒളിക്കലിൻ്റെ സാമർഥ്യം. അടി കൊണ്ടാലൊന്നും വേഗം കഥ കഴിയില്ല. നമ്മൾ അടിച്ച് ചമ്മന്തിയാക്കി എന്ന് സമാധാനിച്ചിരിക്കെ അവ എഴുന്നേറ്റ് ഓടുന്നത് കാണാം. തീറ്റയില്ലെങ്കിലും 1 മാസം പട്ടിണി കിടന്നാലും ചാവാത്തവരാണ് പാറ്റകൾ. തലയറ്റുപോയാലും ഒരാഴ്ച ജീവിക്കും ഈ പഹയന്മാർ. ശ്വാസം കഴിക്കാൻ നമ്മളെപ്പോലെ മൂക്കും തലയൊന്നും ഇവർക്ക് വേണ്ടല്ലോ. വായുവില്ലാതെ 3/4 മണിക്കൂർ വരെ ഇവർ അതിജീവിക്കും. ഭൂമിയിൽ പാഞ്ചിയ എന്ന ബൃഹത് ഭൂഖണ്ഡം മാത്രമുണ്ടായിരുന്ന കാലത്തെ പാറ്റകൾ പരിണമിച്ചുണ്ടായി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് 30 കോടി വർഷങ്ങൾക്ക് മുമ്പേ. നമ്മൾ മനുഷ്യരുടെയൊക്കെ പരിണാമ ചരിത്രത്തിൻ്റെ ആകെ കാലയളവ് ഒരു 20 ലക്ഷം വർഷത്തിനടുത്തൊക്കെ മാത്രമാണ്. അതായത് 100 കൂട്ടം അനുകൂലന വഴികൾ പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് കടന്ന് അതിജീവിച്ച് എത്തിയവരാണ് ഇപ്പോൾ കാണുന്ന പാറ്റകളൊക്കെയും. ഇനി ഒരു ആണവ വിസ്ഫോടനം വന്ന് ഭൂമി ഒരു ശവപ്പറമ്പായി മാറി ഒരുവിധം ജീവികളൊക്കെ കൊല്ലപ്പെട്ടാലും അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് കുറെ പാറ്റകൾ ഉണ്ടാവും ബാക്കി. മനുഷ്യവാസം സാധ്യമല്ലാതെ ഭൂമി മുഴുവൻ മാലിന്യം കൊണ്ട് നിറഞ്ഞ് ഒരു പച്ചപ്പ് പോലും ഇല്ലാതെ ജീവന്റെ ഒരു തുടിപ്പ് പോലും ബാക്കിയില്ലാതെ വിധം ഉപേക്ഷിക്കപ്പെട്ട ഒരു ഭൂമിയാണല്ലോ വാൾ-E എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. ഭൂമി ഉപേക്ഷിച്ച് ഇവിടെയുള്ള മനുഷ്യർ മുഴുവൻ ബഹിരാകാശ നിലയത്തിൽ താമസിക്കുകയാണ്. അപ്പോൾ ഭൂമി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. റോബോട്ടുകളാണ് ഈ മാലിന്യം മുഴുവൻ കട്ടകളായിട്ട് ശേഖരിച്ച് അടുക്കി വെച്ചുകൊണ്ടിരുന്നത്. എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞു, റോബോട്ടുകളുടെ പ്രവർത്തനം നിലച്ചു. അപ്പോഴും വാൾ-E എന്ന് പറയുന്ന ഒറ്റൊരു റോബോട്ട് മാത്രം അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗം പിന്തുടർന്നുകൊണ്ട് സോളാർ ബാറ്ററിയിൽ നിന്നും ഊർജം ശേഖരിച്ച് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വേറൊരു ജീവിയുമില്ല. അതിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ജീവി ഒരു പാറ്റയാണ്. ഭൂമിയിൽ ഒരുവിധം എല്ലാ മനുഷ്യർക്കും പരിചിതരായിട്ടുള്ള ഒരു ജീവിയാണ് പാറ്റ. ഇതിനെ തെക്കൻ കേരളത്തിൽ പാറ്റ എന്ന് വിളിക്കുമെങ്കിലും വടക്കൻ കേരളത്തിൽ ചിലപ്പോൾ കൂറ എന്നാണ് വിളിക്കുക. ചില പ്രാണികളെയൊക്കെ എല്ലാ പ്രദേശങ്ങളിലും പാറ്റ എന്ന് വിളിക്കാറുണ്ടല്ലോ. പൂമ്പാറ്റ, മഴപ്പാറ്റ എന്നൊക്കെ നമ്മൾ ശലഭങ്ങൾക്കും പ്രാണികൾക്കും ഒക്കെ പേര് വിളിക്കാറുണ്ടല്ലോ. ബ്ലാറ്റേരിയ എന്നും ചിലപ്പോൾ വിളിക്കാറുള്ള ബ്ലാത്തൂരുമായിട്ട് ശബ്ദസാമ്യമുള്ള ബ്ലാറ്റോഡിയ എന്ന് പറയുന്ന ഓർഡറിലാണ് ഈ പാറ്റകളൊക്കെ പെടുക. അതിനാൽ തന്നെ എനിക്ക് ഇത്തിരി കൂടി ഇഷ്ടം ഇവരോടുണ്ട്. കൗതുകരമായിട്ടുള്ള കാര്യം, ഈ ബ്ലാറ്റോഡിയ ഓർഡറിൽ തന്നെയാണ് നമ്മുടെ ചിതലുകളും ഉൾപ്പെടുക. അതായത് ചിതലുകളും പാറ്റകളും അല്ലെങ്കിൽ കൂറകളും അടുത്ത ബന്ധുക്കളാണ്. അതായത് ഇരുവരും ഒറ്റ പൂർവികരിൽ നിന്നും പരിണമിച്ചുണ്ടായവരാണ്. തന്മാത്രാതല പഠനങ്ങളും ജനറ്റിക് അറിവുകളും ഒക്കെ ഇവർ അടുത്ത ബന്ധുക്കളാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അതായത് ചെതലുകളുടെ അടുത്ത ബന്ധുക്കൾ ഉറുമ്പുകളൊന്നുമല്ല, അതുപോലെ പാറ്റകളുടെ അടുത്ത ബന്ധുക്കൾ വേറെ വണ്ടുകളുമല്ല. ബ്ലാറ്റോഡിയ ഓർഡറിൽ 4600ഓളം ഇനം പാറ്റകൾ അല്ലെങ്കിൽ പ്രാണികളുണ്ട്. അതിലെ 30ഓളം സ്പീഷീസുകളാണ് മനുഷ്യവാസ സ്ഥലങ്ങളോടൊക്കെ ചേർന്നുകൊണ്ട് പലപ്പോഴും കാണാൻ പറ്റുക. അതിൽ തന്നെ 4 ഇനങ്ങൾ മാത്രമാണ് മനുഷ്യർക്ക് വലിയ ശല്യക്കാരായിട്ടുള്ള കൂറകൾ, പാറ്റകൾ. ചില ആളുകൾക്ക് വലിയ പേടിയാണ് പാറ്റകളെ കാണുന്നത്. കാറ്റ്സാരിഡോഫോബിയ എന്നാണ് അതിന് പറയുക. വീരശൂര പരാക്രമികളായ ചിലർ പലപ്പോഴും പാറ്റകളുടെ മുമ്പിൽ പേടിച്ച് വിറക്കുന്നത് കാണാം. ഭൂമിയിൽ ഒരുവിധം എല്ലാ മനുഷ്യർക്കും പാറ്റകളോട് ചെറിയ അറപ്പും വെറുപ്പും ഒക്കെ ഉണ്ടെങ്കിലും അത് വളരെ സാധാരണമാണെങ്കിലും അപൂർവമായിട്ട് ചിലർക്ക് അമിതമായിട്ടുള്ള ഭയമായിരിക്കും പാറ്റകളോട്. ഈ പാറ്റകളുടെ കൂട്ടത്തിൽ 4 ഇനങ്ങളാണ് മനുഷ്യർക്ക് വലിയ ശല്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും വ്യാപകമായിട്ട് ലോകത്തെങ്ങും കാണുന്ന വളരെ സാധാരണമായിട്ടുള്ള പാറ്റയാണ് അമേരിക്കൻ പാറ്റ. പെരിപ്ലാന്റ് അമേരിക്കാന എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. മറ്റു 3 എണ്ണം ജർമ്മൻ പാറ്റ, ഏഷ്യൻ പാറ്റ, ഓറിയൻ്റൽ പാറ്റ എന്നിവയാണ്. പെരിപ്ലാന്റ് അമേരിക്കാന ആഫ്രിക്കയിലാണ് ആദ്യമായിട്ട് പരിണമിച്ചുണ്ടായതെങ്കിലും അവിടെ നിന്നും പല വഴികളിൽ ലോകത്തെങ്ങും എത്തി. വ്യാപാരവും കോളനി സ്ഥാപനത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് കപ്പലുകൾ പല സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ കപ്പലുകളിലൊക്കെ കൂറകൾ കയറിയിരുന്നു അല്ലെങ്കിൽ പാറ്റകൾ കയറിയിരുന്നു. അങ്ങനെ കപ്പലിലാണ് പാറ്റകൾ ആദ്യമായിട്ട് ലോകസഞ്ചാരം ആരംഭിക്കുന്നത്. ആർട്ടിക്കിലെ കൊടും തണുപ്പ് ഇവർക്ക് പ്രശ്നമല്ല, മരുഭൂമികളിലെ കൊടും ചൂടും ഇവർക്ക് പ്രശ്നമല്ല. ഇവരുടെ കപ്പൽ സഞ്ചാര ശീലങ്ങൾ കൊണ്ടായിരിക്കും ഇവർക്ക് കപ്പൽ പാറ്റ, ഷിപ്പ് കോക്രോച്ച് എന്നുള്ള പേരുണ്ട്. അതുപോലെ ബോംബെ കാനറി എന്നും ഇതിന് പേര് വിളിക്കാറുണ്ട്. മനുഷ്യരിങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവരുടെ കൂടെ തന്നെ ഒളിഞ്ഞ് അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ കഴിഞ്ഞുകൊണ്ട് അവരുടെ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ ജീവിക്കാനും സഞ്ചരിക്കാനും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു പേര് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളത്തിലും ഒരു ശൈലിയുണ്ട്, കൂറ ബംഗളത്ത് പോയതുപോലെ എന്ന്. അതായത് തീവണ്ടിയുടെ ഒളിമൂലകളിലൊക്കെ ഒളിച്ചു നിന്ന് കോഴിക്കോട്ട് നിന്ന് ഒരു കൂറ പാറ്റ കൽക്കത്ത വരെ പോയി തിരിച്ചു വന്നു എന്നുള്ളതാണ് കഥ. കാഴ്ചകളും കാര്യങ്ങളും തുടർ യാത്രകളും ഒന്നുമില്ലാതെ എവിടെയെങ്കിലും പോയി അതേപോലെ തന്നെ തിരിച്ചെത്തുന്നവരെ, സമഗ്രമായിട്ടല്ലാതെ ചില ജോലികളൊക്കെ ഇങ്ങനെ പേരിന് ചെയ്തു തീർക്കുന്നവരെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രയോഗം ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരു പ്രയോഗമാണല്ലോ കഞ്ഞിയിൽ പാറ്റയിടുക എന്നുള്ളത്. ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയ ഉപദ്രവങ്ങൾ ചെയ്ത് തങ്ങളുടെ ജീവിത വരുമാനം മുടക്കരുതേ എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് അതിൽ. എന്നാൽ ഈ പാറ്റകളെ തിന്നുന്ന ചൈനക്കാരോട് എൻ്റെ കഞ്ഞിയിൽ പാറ്റയിടല്ലേ എന്നുള്ള പ്രയോഗം പറഞ്ഞാൽ എങ്ങനെയായിരിക്കും മനസ്സിലാകുക എന്നറിയില്ല. കഞ്ഞി കഴിക്കുമ്പോൾ
അല്പം ചമ്മന്തി കൂടി അടുത്ത് തന്നെ ഇടട്ടെ എന്ന് ചോദിച്ചതുപോലെ ആയിരിക്കും ചിലപ്പോൾ അവർ കരുതുക. 1.5 ഇഞ്ചിലധികം നീളവും ചുവപ്പ് കലർന്ന തവിട്ടു നിറവുമുള്ള ജോറന്മാരായി ഇവർക്ക് കുഞ്ഞു തലയാണുള്ളത്. നമ്മുടെയൊക്കെ അസ്ഥികൂടം നമ്മുടെ ശരീരത്തിനുള്ളിലാണല്ലോ. എന്നാൽ ഇത്തരത്തിലുള്ള പ്രാണികളുടെയൊക്കെ അസ്ഥികൂടം എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്കെൽട്ടൻ പുറത്താണ്. അതുകൊണ്ട് എക്സോസ്കെൽട്ടൻ എന്നാണ് അതിന് വിളിക്കുക. കൈറ്റിൻ എന്ന പേരുള്ള ഉറപ്പുള്ള ഒരു വസ്തു കൊണ്ട് നിർമ്മിച്ചതാണ് ആ പുറം കവചം. മുനയുള്ള മുള്ളുകൾ പോലെയുള്ള ഭാഗങ്ങളുള്ളതാണ് ഇവയുടെ 6 കാലുകളും. ശരീര നീളത്തിൻ്റെ അത്ര തന്നെ നീളമുള്ളതാണ് ഇവയുടെ സ്പർശിനികളായിട്ടുള്ള ആൻറ്റിനകൾ. പാറ്റകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ആൻറ്റിനകൾ ഒരു 1.5 അവയവമാണ്. പാറ്റകളുടെ ശരീരം നീണ്ടു പരന്ന ഒരു അണ്ഡാകൃതിയിലാണെന്ന് വേണമെങ്കിൽ പറയാം. ശക്തിയും ഉറപ്പുമുള്ള പുറംചിറകുകളും ലോലമായിട്ടുള്ള അടിച്ചിറകുകളുമാണ് ഇവർക്കുള്ളത്. ഈ ചിറകുകൾ ഉപയോഗിച്ച് വലിയ ദൂരമൊന്നും പറക്കാൻ ഇവർക്ക് പറ്റില്ല. എങ്കിലും അത്യാവശ്യമൊക്കെ ഇവർക്ക് പറക്കാൻ പറ്റും. ഈ മുൻകാലുകൾ കുറുകിയവയും പിൻകാലുകൾ നല്ല നീളമുള്ളവയുമാണ്. ഓട്ടത്തിന് പ്രത്യേക ശക്തി ലഭിക്കാൻ കൂറകൾക്ക് ഈ കാലുകളുടെ സംവിധാനം സഹായിക്കുന്നുണ്ട്. ഓട്ടത്തിൽ അതിവേഗക്കാരാണിവർ. മണിക്കൂറിൽ 5.4 കിലോമീറ്റർ എന്ന വേഗതയിൽ ഇവർക്ക് ഓടാൻ പറ്റും. അതായത് സ്വന്തം ശരീര നീളത്തിൻ്റെ 50 മടങ്ങ് ദൂരം ഒരു സെക്കൻഡിൽ പായുമെന്നർത്ഥം. ഇക്കണക്കിന് പായാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ഓട്ടത്തിൻ്റെ സ്പീഡ് മണിക്കൂറിൽ 350 കിലോമീറ്റർ എന്നായിരിക്കും. അപ്പോൾ ഉസൈൻ ബോൾട്ടൊക്കെ ഈ കൂറകളുടെ മുമ്പിൽ ആര്? ഒളിച്ചു കഴിയാനും ഇവർക്കുള്ള കഴിവ് അപാരമാണ്. അവയുടെ ശരീരവണ്ണത്തിൻ്റെ 1/4 മാത്രം വലിപ്പമുള്ള വിള്ളിലേക്ക് ഇവർ ശരീരം പരത്തി കടത്തി കളയും. നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് തലയിലെ 2 ആൻറ്റിനകൾ, സ്പർശിനികൾ എന്ന്. അവ സദാ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംവേദന ഉപകരണമാണ് ഈ ആൻറ്റിനകൾ. അത് മുറിഞ്ഞു പോയാൽ കാര്യങ്ങൾ മൊത്തം അവതാളത്തിലാകും. ഇവരുടെ മുട്ടകൾ വിരിഞ്ഞ് നിംഫുകളാണ് ഉണ്ടാവുക. അതായത് നമുക്ക് പരിചയമുള്ള മറ്റു പ്രാണികളുടെയൊക്കെ മുട്ട വിരിഞ്ഞാൽ ഒരു ലാർവ പുഴുവും അത് കുറേ കഴിഞ്ഞിട്ട് പ്യൂപ്പാവസ്ഥയിലേക്ക് പോയി അതിൻ്റെ ശേഷം ആ പ്യൂപ്പ വിരിഞ്ഞിട്ടാണ് പൂർണ്ണ രൂപത്തിലുള്ള ആ പ്രാണി ഉണ്ടാവുക. എന്നാൽ പാറ്റകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവർക്ക് പ്യൂപ്പാവസ്ഥയൊന്നുമില്ല. നേരിട്ട് ഒരു കുഞ്ഞി പാറ്റ തന്നെയാണ് ഉണ്ടാകുന്നത്. വെള്ള നിറത്തിലുള്ള പാറ്റക്കുഞ്ഞുങ്ങൾ. ഇവയുടെ എക്സോസ്കെൽട്ടൻ പുറംപാളി പൊഴിച്ചു കളഞ്ഞാണ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ 3-4 മാസം കൊണ്ടാണ് ഒരു പാറ്റക്കുഞ്ഞ് ഒരു പൂർണ്ണ വളർച്ചയുള്ള പാറ്റയാകുക. നിംഫുകൾ ഒരു കുഞ്ഞു പാറ്റ തന്നെയാണ്. അതിന് ചിറകുണ്ടാവില്ല എന്ന് മാത്രം. പെൺപാറ്റ ഊത്തക്ക എന്ന് പറയുന്ന ഒരു മുട്ട സഞ്ചി ഉണ്ടാക്കി അതിൽ കുറച്ചധികം മുട്ടകൾ ഒന്നിച്ചിട്ട് വഹിക്കും. ഒരു പാറ്റയുടെ ജീവിതകാലത്ത് ഇങ്ങനെ 8 തവണയൊക്കെ ഊത്തക്കയുമായിട്ട് അവ പേര് നടക്കുന്നത് കാണാം. ഇതെല്ലാം കൂടി ഒരു 300-400 കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ഊത്തക്കയിൽ നിന്നും പുറത്തിറങ്ങുന്ന തിളങ്ങുന്ന വെള്ള നിറമുള്ള ഈ പാറ്റക്കുഞ്ഞുങ്ങൾ ഒരു 4 മണിക്കൂർ കൊണ്ട് തവിട്ട് നിറമായിട്ട് മാറും. അപൂർവമായിട്ട് ചില സ്പീഷീസുകൾ വാത്സല്യപൂർവ്വം ഈ ഊത്തക്ക വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയും പോറ്റുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ചിലവ കണ്ട ഭാവം നടിക്കില്ല. എങ്കിലും പൊതുവെ സാമൂഹ്യ ജീവിതം നയിക്കുന്നവർ തന്നെയാണ് പാറ്റകൾ. അവർ ഒറ്റക്കൊറ്റക്കല്ല ജീവിക്കുക. ഒരു കൂറയെ കണ്ടാൽ ഉറപ്പിച്ചോളൂ, അവരുടെ ചങ്ങാതിമാർ തൊട്ടടുത്തെവിടെയോ ഉണ്ടാകും. കൂട്ടമായി കഴിയുന്ന സാമൂഹ്യ ജീവിതം നയിക്കുന്ന ചിതലുകളും ഈ കൂറകളും അടുത്ത ബന്ധുക്കളാണെന്ന് പറഞ്ഞല്ലോ. അതായത് ചിതലുകളുടെ യൂസോഷ്യൽ ജീവിതത്തിന്റെ, സാമൂഹ്യ ജീവിതത്തിന്റെ പൊട്ടും പൊടിയുമൊക്കെ കൂറകളുടെ, പാറ്റകളുടെ ജീവിതത്തിലും നമുക്കതുകൊണ്ട് കാണാം. അങ്ങനെയായിരിക്കും ഇവർക്കും ഈ കൂട്ടമായിട്ട് ജീവിക്കാനുള്ള ഇഷ്ടം ബാക്കിയായത്. പാറ്റകളുടെ ആയുസ് ചില സാഹചര്യങ്ങളിൽ 4-5 വർഷം വരെ നീളും. ആശയ കൈമാറ്റത്തിനും ഇണകളെ ആകർഷിക്കാനുമൊക്കെ പാറ്റകൾ ഫിറമോണുകളെയാണ് ആശ്രയിക്കുന്നത്. എന്തായാലും അധ്വാനിക്കാതെ തീറ്റ കണ്ടെത്താനാണ് ചിലയിനം പാറ്റകൾ മനുഷ്യരുടെ ഒപ്പം ജീവിതം തുടങ്ങിയത്. അവർക്കൊക്കെയും അടുക്കളയാണ് ഇഷ്ടസ്ഥലം. ബാക്കിയായ ഭക്ഷണത്തിന്റെ പൊട്ടും പൊടിയും തിന്ന് കറങ്ങി നടക്കും. ഈർപ്പമുണ്ടാവും അവിടെ. അടച്ചു വെക്കാതെ പാത്രങ്ങളിലൊക്കെ കയറി തപ്പിയും കഴുകാൻ വാഷ് ബേസിൽ വെച്ച പാത്രങ്ങളിൽ വിരകി നടന്നും രാത്രിയിൽ ഇവർ നമ്മുടെ അടുക്കളകളിലെ സുൽത്താൻമാരായിട്ട് വാഴും. ആളും ബഹളവും ഒഴിഞ്ഞ ഇരുളിലാണ് ഇവരുടെ സാമ്രാജ്യം സജീവമാവുക. പല ഒളിവിടങ്ങളിൽ നിന്നും ഇവർ പുറത്തിറങ്ങും. കക്കൂസ് ടാങ്കിന്റെ വിടവുകൾ, ഓടകൾ, മലിനജലം പുറത്തേക്കൊഴുകുന്ന പൈപ്പിന്റെ അകവശം തുടങ്ങിയ നമുക്ക് വൃത്തികെട്ട, അവർക്ക് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ശരീരമാസകലം മാലിന്യങ്ങളും രോഗാണുക്കളും വാരിപ്പൂശിയാണ് പലപ്പോഴും ഇവർ അടുക്കളയിൽ അവതരിക്കുക, നമ്മുടെ പാത്രങ്ങളിൽ വിരകി നടക്കുക. അതുകൊണ്ട് തന്നെ കീടാണുക്കളെ പരക്കെ പരത്തുന്നതിൽ കേമന്മാരാണ് പാറ്റകൾ. കോളറ, വയറിളക്കം, വയറുകടി, സന്നിപാത ജ്വരം, മഞ്ഞപ്പിത്തം, ചില വിരവാദകൾ തുടങ്ങി H1N പനി വരെ പരത്തുന്നതിൽ പാറ്റകൾക്ക് പങ്കുണ്ട്. അതുകൊണ്ട് കൂറകളോട് സൂക്ഷിച്ച് പെരുമാറിയാൽ നമുക്ക് നല്ലത്. പാറ്റകളുടെ പൊടി പോലുമില്ല എൻ്റെ വീട്ടിൽ എന്ന് കരുതുന്നവരുണ്ടാകും. അത്തരം അടുക്കളകളിൽ 20-40% വരെ ഇടത്തു നിന്നും പാറ്റകളുടെ അലർജനുകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് പാറ്റയില്ലെങ്കിലും അവിടെ പാറ്റ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ. അതായത് അടുക്കളയുടെ ശരിയായ അവകാശികൾ പലപ്പോഴും അവിടെ വന്നു പോയിട്ടുണ്ട് എന്നർത്ഥം.
നമുക്കൊപ്പം ശല്യക്കാരായിട്ട് കഴിയുന്ന ഈ പാറ്റകൾ മാത്രമല്ല ഭൂമിയിലുള്ളത് എന്ന് പറഞ്ഞല്ലോ. അവയെ കൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിലുമേറെ പാരിസ്ഥിതിക സേവനങ്ങൾ നടക്കുന്നുമുണ്ട്. പരാഗണത്തിലും വിത്തുവിതരണത്തിലുമൊക്കെ തേനീച്ചകൾക്കും പൂമ്പാറ്റകൾക്കും പക്ഷികൾക്കും ഒക്കെ മാത്രമാണ് പ്രധാന പങ്ക് എന്നാണല്ലോ നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, പാറ്റകളും ഇക്കാര്യത്തിൽ വലിയ സംഭാവനകൾ നൽകുന്നുണ്ട്. ഫ്രഞ്ച് ഗയാനയിലെ ക്ലൂസിയ സെലോവിയാന എന്ന ഇനം ചെടിയുടെ പൂക്കൾ ഒരു അസാധാരണമായിട്ടുള്ള മണം പുറപ്പെടുവിക്കുന്നുണ്ട്. പലതരം പ്രാണികളും ഈ പൂക്കൾ സന്ദർശിക്കാറുണ്ടെങ്കിലും ഈ ചെടിയിൽ പരാഗണം നടത്തുന്നത് വളരെ ചെറിയ ഒരു പാറ്റയായ ആമസോണിയ പ്ലാറ്റിസ്റ്റൈലാറ്റ എന്ന ഇനമാണ്. ഈ ചെടിയുടെ പൂവിൻ്റെ മണത്തിലെ ഘടകമായിട്ടുള്ള അസറ്റോസിൻ എന്ന രാസപദാർത്ഥം ഈ കൊച്ചു പാറ്റകളെ പ്രത്യേകമായിട്ട് ആകർഷിക്കാനായിട്ടുള്ളതാണ്. ഇതുകൂടാതെ മോണോസ്ട്രോപാസ്ട്രം ഹ്യൂബിൻ എന്ന പരാത ചെടിയുടെ പഴങ്ങൾ കാട്ടുവാസികളായ ബ്ലാസ്റ്റെല്ല നിപ്പോണിക്ക എന്ന പാറ്റകൾ തിന്നുകയും അവയുടെ വിത്തുകൾ ഈ പാറ്റയുടെ ദഹനേന്ദ്രിയത്തിലൂടെ പുറത്തു വരികയും അത്തരത്തിൽ വിത്ത് വിതരണം നടക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ ദൂരം സഞ്ചരിക്കുന്ന ഈ പാറ്റകൾ ഇത്തരത്തിൽ ഈ ചെടിയുടെ വിത്തുകൾ പലയിടത്തെത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. പാറ്റകളെ തിരഞ്ഞു പിടിച്ച് അവയുടെ കഴുത്തിലെ ഗാംഗ്ലിയോണുകളിൽ കൃത്യമായിട്ട് സൂചി പോലെ കുത്തി വിഷം ചെലുത്തി അവയുടെ കാലുകൾ ചലനരഹിതമാക്കി റിഫ്ലക്സുകൾ ഇല്ലാതാക്കി സോംബിയാക്കി അതിൻ്റെ ദേഹത്ത് മുട്ടയിടുന്ന പരാത കടന്നലുകളുണ്ട്. ഇങ്ങനെ സോംബിയാക്കിയ പാറ്റകളുടെ സ്പർശനികൾ ആൻറ്റിനകൾ കടിച്ചു പിടിച്ച് വലിച്ചു കൊണ്ടുപോയി കുഴികളിൽ ഇറക്കി വെച്ച് അതിൻ്റെ ദേഹത്ത് മുട്ടയിട്ട് ഈ പരാത കടന്നലുകൾ അത് മൂടി സ്ഥലം വിടും. അതായത് ജീവനോടെ ഈ പാറ്റകളെ കുഴിച്ചിടും. അപ്പോഴും വേണമെങ്കിൽ ഈ പാറ്റക്കൊന്ന് കുടഞ്ഞാൽ ആ മണ്ണ് മുഴുവൻ തെറിപ്പിച്ച് പുറത്തു പോകാം. പക്ഷേ അവയുടെ റിഫ്ലക്സുകളൊക്കെ നിശ്ചലമായതിനാൽ തന്നെ അത് അങ്ങനെ തന്നെ കിടക്കും. ഇത്തരത്തിലുള്ള പരാത കടന്നലുകൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാം. എമറാൾഡ് കോക്രോച്ച് വാസ്പ് എന്നാണ് അതിന് പേര്. ആംബുലെക്സ് കോംപ്രസ എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. തിളങ്ങുന്ന മരതക നിറമുള്ള കടന്നലുകളാണ്. അതുകൊണ്ട് തന്നെ അവയെ മരതക കടന്നലുകൾ എന്നും വിളിക്കാറുണ്ട്. ഇങ്ങനെ ഈ പരാത കടന്നൽ ഇട്ടുവെച്ച മുട്ട വിരിയുന്നത് വരെയും മണ്ണിനടിയിൽ ഈ പാപം പാറ്റ അങ്ങനെ കിടക്കും. ബോധമുണ്ടെങ്കിലും രക്ഷപ്പെടാനോ ഒന്നും ശ്രമിക്കില്ല. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കടന്നലിൻ്റെ പുഴുക്കൾ ജീവനുള്ള ഈ പാറ്റയെ കുറേശ്ശെയായിട്ട് തിന്നു തുടങ്ങും. പാറ്റയുടെ ശരീരത്തിൻ്റെ 3/4 ഭാഗം വരെയും തിന്നുമ്പോഴും ആ പാറ്റയ്ക്ക് ജീവനുണ്ടാവും. ശേഷം ചത്ത പാറ്റയുടെ പൊള്ളയായ വയറിനുള്ളിൽ ഈ കടന്നൽ കുഞ്ഞ് പ്യൂപ്പാവസ്ഥയിൽ പോയി അതിൻ്റെ ശേഷം അത് തുറന്ന് പുതിയ കടന്നലായി പാറിപ്പോകും. ഇതും കൂടാതെ പാറ്റകളുടെ ഊത്തക്കൂടുകളുടെ മുകളിൽ വന്ന് മുട്ടയിടുന്ന ചില ഇനം പരാത കടന്നലുകളുമുണ്ട്. ആ മുട്ടകൾ വിരിഞ്ഞ ഉടനെ തന്നെ ഊത്തക്കൂടിനുള്ളിലേക്ക് പോയി അതിനുള്ളിലുള്ള മുട്ടകളെയോ നിംഫുകളെയോ തിന്നുകളയും. ലോകത്തെങ്ങുമുള്ള കുട്ടികൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു കാർട്ടൂൺ പരമ്പരയാണല്ലോ ഓഗി ആൻഡ് ദ കോക്രോച്ചസ്. ജോയ്, മാർക്കി, ഡിഡി എന്നീ 3 കോക്രോച്ചുകളാണല്ലോ അതിലെ പ്രധാന കഥാപാത്രങ്ങൾ. കോക്രോച്ചുകളെ തുരത്തിൽ അത്ര എളുപ്പമൊന്നുമല്ല. പൂച്ചകൾ അപൂർവമായിട്ട് പാറ്റകളെ പിടിക്കുമെങ്കിലും അതിനുള്ള കഴിവ് വളരെ കുറവാണ്. അതിനും വേഗത്തിൽ അവ ഓടി ഒളിച്ച് രക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ പൂച്ചകളുടെ ഒരു ഇഷ്ട ഇരയല്ല പാറ്റ. പലതരത്തിൽ പാറ്റകളെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള രാസപദാർത്ഥങ്ങൾ നമ്മൾ എത്രയോ കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. റിപ്പല്ലൻറ്റുകൾ, പലതരത്തിലുള്ള ഗ്ലൂകൾ, ചോക്കുകൾ, സ്പ്രേകൾ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പാറ്റകളുടെ എണ്ണത്തിൽ വലിയ കുറവൊന്നും പലപ്പോഴും ഉണ്ടാകാറില്ല. കുഞ്ഞു വിടവുകളുടെ ആഴങ്ങളിൽ കഴിയുന്ന അവിടേക്കൊക്കെയും ഈ വിഷപദാർത്ഥം എത്തണമെന്നില്ല. മുതിർന്ന പാറ്റകൾ ചത്താലും ഊത്തക്കകളിൽ നിന്നും പുറത്തു വരുന്ന നിംഫുകൾ വളർന്ന് പുതിയ പാറ്റ സാമ്രാജ്യം ഉണ്ടാക്കുകയും ചെയ്യും. ബോറിക് ആസിഡ് ബൈറ്റുകൾ പോലെയുള്ള പലതരത്തിലുള്ള ബൈറ്റുകൾ വെച്ച് ഇവയെ പിടിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും കൊല്ലാൻ ശ്രമിക്കാറുണ്ടെങ്കിലും പലപ്പോഴും പൂർണ്ണമായിട്ടും വിജയിക്കണമെന്നില്ല. എന്തൊക്കെയായാലും ഭക്ഷണാവശിഷ്ടങ്ങൾ ധാരാളമായിട്ട് കിട്ടുകയും ഒളിഞ്ഞു കിടക്കാൻ കൂടുതൽ സൗകര്യം ലഭിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം പാറ്റകൾ നമ്മുടെ വീടുകളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. കൂറകൾ, പാറ്റകൾ ഇല്ലാതൊരു ലോകം സ്വപ്നങ്ങളിൽ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെ വളരെ ചെറിയ പ്രാണികൾ തൊട്ടിട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.